ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LDC, LGS മുതലായ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന മത്സര പരീക്ഷകൾക്കെല്ലാം കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്ന് ഈ ചോദ്യം ഉറപ്പായിട്ടും പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈയിടെ അന്തരിച്ച ഡോക്ടർ MS വലിയത്താൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധനാണ്? ഏത് മേഖലയാണ്? ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിദഗ്ധനാണ്. ലോകപ്രശസ്ത ഹൃദയശസ്ത്രക്രിയ വിദഗ്ധനും തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സ്ഥാപക ഡയറക്ടറുമാണ് ഡോക്ടർ MS വലിയത്താൻ. മാർത്താണ്ഡ വർമ്മ ശങ്കരൻ വലിയത്താൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണരൂപം. അതുപോലെ തന്നെ ഉടുപ്പി മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ വലിയത്താൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യാന്തര ചെസ് ഫെഡറേഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചത്? രാജ്യാന്തര ചെസ് ഫെഡറേഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിച്ചത്? എത്രാമത്തെയാണ്? 100ാമത്തെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. 1924 ജൂലൈ 20 പാരീസിലാണ് രാജ്യാന്തര ഫെഡറേഷൻ ഫിഡെ പിറവിയെടുക്കുന്നത്. ഫിഡെയുടെ സ്ഥാപക ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ലോക ചെസ് ദിനമായിട്ട് ആചരിക്കുന്നതാണ് ജൂലൈ 20. അപ്പം ജൂലൈ 20 ലോക ചെസ് ദിനം. അപ്പം സ്ഥാപക ദിനം, ഫിഡെയുടെ സ്ഥാപക ദിനമാണ് ചെസ് ദിനമായിട്ട് ആചരിക്കുന്നത്. 1966 ജൂലൈ 20 ചെസ് ദിനമായിട്ട് യുനെസ്കോ അംഗീകരിച്ചു. അപ്പോൾ 1966 ജൂലൈ 20 ചെസ് ദിനമായി യുനെസ്കോ അംഗീകരിച്ചു. ഫിഡ റാങ്കിങ്ങിൽ ആദ്യ 10-ൽ 3 ഇന്ത്യക്കാരും ആദ്യ 11-ൽ 4 ഇന്ത്യക്കാരുമാണ് നിലവിലിപ്പം ഉള്ളത്. അതുപോലെ തന്നെ റാങ്കിങ് നില നമുക്ക് നോക്കുമ്പോൾ എത്രയാണ്? ഡി ഗുഗേഷ് 7, പ്രഗ്യാനന്ദ 8, വിശ്വനാഥൻ ആനന്ദ് 11. ഇങ്ങനെ 3 റാങ്കിങ്ങിലാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യക്കാർ നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ഒന്നുകൂടെ നോക്കാം. 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ആട്ടം ആണ്. അപ്പം ആട്ടമാണ് 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനുള്ള അവാർഡ് ലഭിച്ച സിനിമ. അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധാനം ചെയ്ത ആരാണ്? ആട്ടം ആനന്ദാണ് സംവിധാനം ചെയ്തത്. ഡോക്ടർ അജിത് ജോയ് നിർമ്മിച്ചു, ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്തു. ചിത്രമാണ് ആട്ടം. ഗരുഡനിലെ അഭിനയത്തിന് ബിജു മേനോനും പൂക്കാലത്തിലെ വേഷത്തിനുള്ള വിജയരാഘവന് മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം നേടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം 47ാമത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത് മറ്റു 2 വ്യക്തികളാണ്. ബിജു മേനോൻ, പൂക്കാലത്തിലെ വേഷത്തിന് വിജയരാഘവനും അവാർഡ് ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾ സ്വദേശിയല്ലാത്ത വ്യക്തി ആരാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾ സ്വദേശിയല്ലാത്ത വ്യക്തി ആരാണ്? ബി കെൻഡൻ കൂളാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾ സ്വദേശിയല്ലാത്ത വ്യക്തിയാണ് കെൻഡൻ കൂൾ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ബ്രിട്ടീഷ് പർവ്വത ആരോഹകനായ കെൻഡൻ കൂൾ 18 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് നേപ്പാൾ സ്വദേശിയായ കാമിർ റിപ്ഷെ. അപ്പം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾ സ്വദേശിയല്ലാത്ത വ്യക്തി ആരാണ്? ബി കെൻഡൻ കൂളാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാൾ സ്വദേശിയല്ലാത്ത വ്യക്തി. അടുത്ത്, ബഹിരാകാശ സ്പേസ് എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെപ്പറ്റി പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഡി എക്സ്പോസാറ്റ്. അപ്പോൾ ഈ ബഹിരാകാശ എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ഡി എക്സ്പോസാറ്റാണ് വിക്ഷേപിച്ച ഉപഗ്രഹം. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ, 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 31ാമത് അല്ലെങ്കിൽ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ആരാണ്? SK വസന്തനാണ്. 31ാമത്തെ പുരസ്കാരമാണ്. എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരിക്കല്ലം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ നോവലുകൾ. 2023 വയലാർ അവാർഡ് നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ 2023 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തേത് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം വസന്തൻ. അതുപോലെ തന്നെ
JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം. അപ്പം JCB പുരസ്കാരം കിട്ടിയത് പെരുമാൾ മുരുകൻ. അതുപോലെ തന്നെ വയലാർ പുരസ്കാരം കിട്ടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? എഴുത്തച്ഛൻ വസന്തൻ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരമാണ് ആരാണ്? PR ശ്രീജേഷ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച താരം ആരാണ്? PR ശ്രീജേഷ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഭാഗമായിരുന്നു ആര്? PR ശ്രീജേഷ്. ഹോക്കിയിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടുന്ന 3ാമത്തെ മലയാളി താരമാണ് ആര്? ശ്രീജേഷ്. അപ്പം വെങ്കല മെഡൽ 2020 കിട്ടി ഇന്ത്യക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന 3ാമത്തെ മലയാളിയാണ് ശ്രീജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 76ാമത് കരസേന ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ വേദി എവിടെയാണ്? ലക്നൗ. അപ്പോൾ 2024 76ാമത് കരസേന ദിനത്തിൻ്റെ വേദി എവിടെയാണ്? ലക്നൗ. അപ്പോൾ 2024 76ാമത്തെ കരസേന ദിനത്തിൻ്റെ വേദി എവിടെയാണ്? ലക്നൗ. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ കരസേനാ മേധാവി. അപ്പം ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ കരസേനാ മേധാവി എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടർന്ന് വിജ്ഞാനപരവും മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് ഉടനെ കാണാം. അപ്പം അതുവരെ ഗുഡ് ബൈ.